നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രസാദ്. നമസ്കാരം. മൂകാംബികയിൽ പോയിട്ടുണ്ടോ? മൂകാംബികയിൽ പോകാത്ത എല്ലാ മാസവും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുന്ന് അമ്മ വിളിച്ചാലേ പോകാൻ പറ്റൂ. അങ്ങനെയാണ് വിശ്വാസം. നമ്മുടെ അസൗകര്യങ്ങൾ, തിരക്കുകൾ. പക്ഷെ എല്ലാ മാസവും പോകുന്നവരും ഉണ്ട്. ഉണ്ട്. പക്ഷേ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. അതെ, ജാതി മതഭേദമന്യേ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് മൂകാംബിക. ഇത് വിവേകാനന്ദന്റെ കേരളമല്ല, അത് കർണാടകയാണ്. മൂകാംബികയുള്ളത് കൊല്ലൂരിലാണ്. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ 3 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ ചെന്ന് ജാതി ചോദിച്ചാൽ ഇടി കിട്ടും. മംഗലാപുരത്തുനിന്ന് അവിടെ ചെന്ന് ജാതി ചോദിച്ചാൽ ജാതി മതഭേദമന്യേ, അതായത് ഇപ്പൊ യേശുദാസൊക്കെ പോവാറുണ്ട് അവിടെ. പാട്ടുകാരായ എല്ലാവരും വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട കലാകാരന്മാർ മൂകാംബികയിൽ പോവാറുണ്ട്. അവിടെ ഒരു സരസ്വതി മണ്ഡപം എന്നൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ കലാകാരന്മാർ തങ്ങളുടെ കലാവൈഭവം പ്രകടിപ്പിക്കാറുമുണ്ട്. പാട്ട്, നൃത്തം തുടങ്ങിയ കാര്യം. ആഗ്രഹമാണ്. വലിയ ചിത്രകാരന്മാർ ഒക്കെ മൂകാംബികയിൽ കുട്ടികളെ എഴുത്തിനിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അവരത് ചെയ്യാറുണ്ട്. സർവകലാവല്ലഭന്മാരെല്ലാം മൂകാംബികയിൽ പോയി അങ്ങനെ നമ്മുടെ CPM നേതാക്കളും പോകാറുണ്ട്. CPMന്റെ മുതിർന്ന നേതാക്കൾ അവർ തലയും മുണ്ടിട്ടും മുണ്ടിടാതെ കൃത്യമായിട്ട് മൂകാംബിക ഭക്തരുണ്ട്. അതിന് ആരും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ CPMകാർ മൂകാംബികയിൽ പോകാൻ പാടില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പോകുമ്പോൾ കർണാടക ആയതുകൊണ്ട് തന്നെ നമ്മുടെ മംഗലാപുരത്തു നിന്നും 3 മണിക്കൂർ യാത്ര ഉള്ളത് കൊണ്ടും പിന്നെ അവിടെ മലയാളികളാണ് ധാരാളം വരുന്നത്, അല്ലേ? അതെ. എങ്കിലും CPM നേതാക്കളെ കണ്ടാൽ ഇവിടെ അധികം ചർച്ചയ്ക്കൊന്നും പോകാറില്ല. പക്ഷേ CPMകാർക്ക് ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, അദ്ദേഹം നമുക്കറിയാം, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ആദ്യം ചെന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പിന്നെ അദ്ദേഹം ഗുരുവായൂർ പോയി. അങ്ങനെ അത് മുഖ്യമന്ത്രി ആയതിനു ശേഷം. അതെ 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 മേന്നെ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഇവരെ ഓർക്കണം. അദ്ദേഹം ഒരു ഹിന്ദു മതക്കാരനാണ്. അതിനപ്പുറം അദ്ദേഹം ഒരു വിശ്വാസിയാണ്. എന്താ തെറ്റതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാള് അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വാസമാണ് എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അദ്ദേഹത്തെ ഒരു ക്രൈസ്തവ ദേവാലയത്തിലോ ഒരു മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ മുസ്ലിം ഒരു ചടങ്ങിലോ ഒക്കെ പോകുന്നതിന് വിലക്കൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മതേതര മുഖ്യമന്ത്രി എന്ന് പുറത്ത് കാണാൻ നമുക്ക് തോന്നും. പക്ഷേ ഈ CPMകാർക്ക്, പ്രത്യേകിച്ച് ഡൽഹിയിലിരിക്കുന്ന ചില CPMകാർക്ക് വാട്ട് ഈസ് മൂകാംബിക, വാട്ട് ഈസ് ഹിന്ദുയിസം എന്നൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കടുവർക്കുന്ന ഡൽഹി, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പാർട്ടി അതെ കടുത്ത വിമർശനവുമായി വന്നു. ചുട്ട മറുപടി തന്നെ വി ഡി സതീശൻ കൊടുക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലും കൊടുത്തു, ഇംഗ്ലീഷിൽ കൊടുത്തു. കാരണം എന്തായാലും ഇത് അവിടെ ചർച്ചയാക്കുന്നറിയാം. ഇംഗ്ലീഷ് മാധ്യമക്കാർക്ക് ഇരുന്ന ഇരിപ്പിൽ അതേ വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഒരൊറ്റ ഇംഗ്ലീഷിൽ ഒരു ഉത്തരം, മലയാളത്തിൽ ഒരു ഉത്തരം. ഉടനെ ബേബി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ വിശ്വാസത്തിനെതിരല്ല. പിന്നെ when I am going for Mookambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണത്? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാൻ ഒരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്ക് അറിയാം. ഈ സകലമാന 33 ദൈവങ്ങൾക്കെതിരാണ് ഇവര്. ദൈവങ്ങൾക്കെതിരാണ്, വിശ്വാസത്തിനെതിരല്ല. 33 ദൈവങ്ങൾക്ക് എതിരാണ്. പക്ഷേ അവർ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ പ്ലേറ്റ് മാറ്റും. ന്യൂനപക്ഷങ്ങളെ അവർ ആഘോഷിച്ചോട്ടെ. CPM അല്ലേ, ഹിന്ദുക്കളല്ലേ ഒരു വോട്ട് ബാങ്ക്?
വേറെ കാര്യം കൂടി ചോദിച്ചിട്ട് ശാന്തിലേക്ക് വരാം. ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ഏതെങ്കിലും ഒരു CPM മുഖ്യമന്ത്രി കെട്ടുകെട്ടി പോയിട്ടുണ്ടോ? ഇല്ല. മണ്ഡല മകരവിളക്ക് സീസണാണ്. ഒരുപാട് ഭക്തർ, അയ്യപ്പ ഭക്തർ നമ്മുടെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും അയ്യപ്പനെ കാണാൻ എത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അയ്യപ്പൻ കഞ്ഞി കൊടുത്തിട്ടുണ്ടോ? അയ്യപ്പൻ കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയ്ക്ക് ഒരാൾ പോകുമ്പോൾ കഞ്ഞി വെച്ച് കഞ്ഞിയും പുഴുക്കൊക്കെ വെച്ച് കൊടുക്കുന്നൊരു പരമ്പരാഗതമായ ചടങ്ങാണ്. പ്രത്യേകിച്ചും കന്നി അയ്യപ്പൻ. അതെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പോട്ടെ, ഈ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട്, അതവിടെ ചെയ്തേ പറ്റൂ. സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ട് ചുക്ക് വെള്ളമോ തേരുവെള്ളമോ എന്തെങ്കിലും ഇതുവഴി മലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുത്തതായിട്ട് അറിവില്ല. ഇല്ല. നമ്മുടെ ഇഫ്താർ പാർട്ടി സർക്കാരിന് സംഘടിപ്പിക്കുക അല്ലേ? അത് ചെയ്യാം. ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക മതേതരമാണ്, മറ്റേത് മതേതരമല്ല. അല്ല, ഇത് ഹൈന്ദവമാണ് അല്ലേ? ഇഫ്താർ വർഗീയമാണോ? ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കാം, മറ്റ് പള്ളിപ്പരലുകൾക്ക് പോകാം. സത്യത്തിൽ അതും സർക്കാരിന്റെ ഖജനാവിലെ പണം ചെലവായി. ഇവിടെ ദേവസ്വം ബോർഡ് ശബരിമല സീസണിൽ ദേവസ്വം ബോർഡ് സർക്കാരിന് ഇങ്ങോട്ട് ട്രഷറിലേക്ക് പണം അടയ്ക്കുകയാണ്. ഓരോ പോലീസ് അടക്കം അയ്യപ്പ ഭക്തന്മാർ ഇത്രയും വരുമ്പോ ഈ സംസ്ഥാനത്ത് വന്നു മറിയുന്ന റവന്യൂ ചെറുതല്ല. അതെ, അവർ 2 ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴും നമ്മുടെ അവനെ അറുത്താണ് വാങ്ങുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റും അമരവിള ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴും അവരവരുടെ വണ്ടിക്ക് ടാക്സ് ഒക്കെ അടച്ചാണ് വരുന്നത്. എല്ലാം ടാക്സ് ഒക്കെ പേ ചെയ്തിട്ട് ടാക്സ് അടയ്ക്കണം. മാത്രമല്ല അവർ ഇവിടുന്ന് ഒരു മുട്ടുസൂചി വാങ്ങിയാൽ പോലും അതിന്റെ നികുതി. അതുമല്ല, ഈ അയ്യപ്പ ശബരിമലയിലേക്ക് ഇപ്പൊ കേരളത്തെക്കാട്ടി ഏറ്റവും കൂടുതൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പിന്നെ അങ്ങോട്ടുള്ള കർണാടക, പിന്നെ മഹാരാഷ്ട്ര, ഡൽഹി, ഇവരൊക്കെ ഈ ഗ്യാസ് സിലിണ്ടറിൽ വായു നിറച്ചിട്ടല്ല വരുന്നത്. ഈ നമ്മുടെ അതിർത്തിയിൽ പറച്ചൽ അതിർത്തിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ വിവരം ഈ സിലിണ്ടറിൽ നിന്ന് വായു വലിച്ചു കയറ്റിയിട്ട് വരുന്നതല്ല. ഇവരൊക്കെ ഇവിടെ വന്ന് ഉണ്ട് ഉറങ്ങി തിരിച്ച് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയി കാണിക്കയിട്ട് ഗുരുവായൂരിൽ പോകുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, തൃശ്ശൂർ നാലമ്പലങ്ങളിൽ പോകുന്നു. ഇവർ പോകുന്ന വഴിക്കുള്ള പ്രധാനപ്പെട്ട അമ്പലം കൊടുങ്ങല്ലൂർ പോകുന്നു. ഈ അമ്പലങ്ങൾക്കെല്ലാം കാണിക്കുകയും കൊടുത്ത് അവിടുത്തെ നാട്ടുകാരുടെ ഭക്തിയോടുകൂടി, നമ്മളെ പോലെയല്ല, വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചാണ് നാട്ടുകാരോട് നാട്ടിലെ കടകളിൽ നിന്നും ഭക്ഷണവും കഴിച്ച് എന്തുമാത്രം റവന്യൂ അവർ നമുക്ക് തരുന്നുണ്ട് അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ഇഫ്താർ നടത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് സ്വാഗതാർഹമാണ്, സർക്കാർ ചെലവ്. പക്ഷെ ഇത് പറയരുത്. ഇപ്പോൾ ഈ നമ്മൾ സതീശന്റെ വിഷയമാണല്ലോ സംസാരിച്ചു തുടങ്ങിയത്. ഈ MA ബേബി എന്തോ ഒരു കൊനഷ്ട് പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ബേബി, അതായത് മുഖ്യമന്ത്രി പോയത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. അദ്ദേഹം മംഗലാപുരത്തെയാണ് പോയി ഇറങ്ങിയത്. ഈ ഫ്ലൈറ്റ് കൊല്ലൂർ പത്തനംതിട്ട എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ് ഇവര്. അതെ, ഇപ്പോഴും ശ്രമിക്കുന്നത് ശബരിമലയില് എയർ സ്ട്രിപ്പ് അടക്കം ഉണ്ടാക്കാൻ നോക്കിയവരാണ്. മംഗലാപുരത്താണ് വിമാനം ഇറങ്ങിയത്. അദ്ദേഹം റോഡ് മാർഗം. പക്ഷെ അദ്ദേഹം ദുരൂഹമാണ് ആ പോക്ക്. അതായത് കേരള മുഖ്യമന്ത്രി മൂകാംബികയിൽ തൊഴാൻ പോയത് തെറ്റ്. പക്ഷെ അദ്ദേഹം പോയത് തൊഴാനല്ല, അവിടെ ചിലരെ കാണാൻ പോയി. അതായത് മുമ്പ് അദ്ദേഹം മംഗലാപുരത്ത് പോയി അംബാനി അദാനിയോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില NDA ചില നേതാക്കളെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, അതെ, അവരൊക്കെ എനിക്ക് മനസ്സിലായി കാര്യം. ഈ ഗ്രൂപ്പ് വരെ കണ്ടു എന്ന്, കാരണം എല്ലാരും പറയും അംബാനി കാണുന്നു, എല്ലാവരും പേരും പറയും. ഇതിനകത്ത് പക്ഷെ ഇതാണ് പ്രശ്നം. ചാർട്ടേഡ് വിമാനത്തിൽ പോയി എന്താ കുഴപ്പം? എന്താ മുഖ്യമന്ത്രിക്ക് എന്താ പോയ കുഴപ്പം? അല്ല, പിണറായി വിജയന് ഹെലികോപ്റ്റർ ചുറ്റി അടിക്കാൻ ഹെലികോപ്റ്റർ വാടക എടുത്ത് ഇവിടെ ഇട്ടിട്ട് വെറുതെ വാടക കൊടുത്തോണ്ട് അതും പോയിക്കോട്ടെ. ഈ പറയുമ്പോൾ ഇനി അതല്ല, നവകേരള യാത്രയ്ക്ക് നവകേരള ബസ് വാങ്ങിച്ച്, ലിഫ്റ്റുള്ള ബസ് വാങ്ങിച്ച്, സ്കൂൾ മതിലുകൾ ഇടിച്ച് 23 വേദിയുടെ അടുക്കൽ വരെ ബസ്, 23 സ്കൂളുകളുടെ മതിലിടിച്ച് വേദിയുടെ അടുക്കൽ വരെ ബസ് കൊണ്ടുപോയവരാണ്. കാലുപൊക്കി കയറാൻ വയ്യാത്തോണ്ട് ലിഫ്റ്റ് വെച്ചു. ഇദ്ദേഹമാണ് നിയമസഭയിൽ പ്രതിപക്ഷ 30 പടി ഇറങ്ങുകയും 30 മീറ്റർ നടന്ന് റോഡ് വരികയും ചെയ്യുന്നത്. അപ്പൊ ശരിയായി എന്നറിയാം. അതാ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഉള്ള കുഴപ്പമാണ്. അല്ല, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇതൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഈ സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവിടെ പോയത്, അതും ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് ഈ മൂകാംബിക പോയത് മതേതരത്വത്തിനെതിരാണ്.
അല്ലേ? അതെ, പിന്നെ പുറപ്പെടാ മുഖ്യമന്ത്രി, അത് പുറപ്പെടാ ശാന്തി പോലെ ശബരിമലയിൽ മേൽശാന്തി ഒരു വർഷം പുറത്തു പോയില്ല, പുറപ്പെടാ ശാന്തിയാണ്. അതേപോലെ വി.ഡി. സതീശൻ UDF-ന്റെ സർക്കാർ വരുമ്പോൾ അതിന്റെ മുഖ്യമന്ത്രി പുറപ്പെടാ മുഖ്യമന്ത്രി എന്നാണ് ഇവിടെ. അല്ല, ബേബിയുടെ അസുഖം നമുക്ക് മനസ്സിലായി. പണ്ട് ഇതുപോലെ പുള്ളി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴും ഇതുപോലെ ഒരു അസ്കിത അദ്ദേഹത്തിനുണ്ടായി. അതായത് മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാക്കി, ഒരു പാഠഭാഗം ഉണ്ടാക്കി. അതവസാനം വലിയ പ്രശ്നമായി. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കാനുള്ള 6ലോ 7ലോ പഠിക്കാനുള്ള പുസ്തകത്തിനകത്താണ് ഈ മതമില്ലാത്ത ജീവൻ ഉൾപ്പെടുത്തിയത്. ഒരു ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ച് അതിൽ ജനിക്കുന്ന കുട്ടിക്ക് ജീവൻ എന്ന് പേരിട്ടു. അതിന് മതമില്ല എന്നാണ്. അപ്പോൾ അത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ, ഇവിടെ ഹിന്ദുക്കളാരും ബഹളം ഉണ്ടാക്കിയില്ല, പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വലിയ കലാപം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നടത്തിയ അക്രമ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ അന്ന്. അപ്പോൾ അങ്ങനെ മതമില്ലാത്ത ജീവനെ ഉണ്ടാക്കി ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ ശ്രമിച്ചയാളാണ് സഖാവ് MA ബേബി. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത്. അദ്ദേഹം ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവിടെ എൻ്റെ ചോദ്യം, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹം ഈശ്വരനെ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ, ആരാധിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്, നമ്മളാരുമല്ല. MA ബേബിക്ക് അതിനകത്ത് എന്ത് കാര്യം? MA ബേബിയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതല്ലല്ലോ മൂകാംബിക ക്ഷേത്രം. തീർച്ചയായിട്ടും അത് MA ബേബിയും MA ബേബിയുടെ തറവാടും ഒക്കെ ഉണ്ടാകുന്നതിന്, MA ബേബിയുടെ പാർട്ടി ഉണ്ടാകുന്നതിനും എത്രയോ മുമ്പേ ഇവിടെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം, ഒരു ആരാധനാലയമാണ്. നിങ്ങൾ അവിടെ പോയി ആരാധിക്കുകയോ ആരാധിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ആരാധിക്കാൻ പോകുന്നവരെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാണ്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വി.ഡി. സതീശൻ ഒരു ഇഫ്താർ സംഗമം നടത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിപ്പെരുന്നാളിൽ പങ്കെടുത്തു, ഈ MA ബേബിക്കോ ഈ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അത് ചോദ്യം ചെയ്യാനുള്ള ശക്തിയുണ്ടോ? അത് ചോദ്യം ചെയ്യുമോ ഇവർ? അപ്പോൾ ഈ ഹിന്ദുക്കളെന്ന് പറയുന്നത് വഴി കിടക്കുന്ന ചെണ്ടയാണ്, ആർക്കും കയറി കൊട്ടാം. അത് അങ്ങ് സഖാവ് അങ്ങ് കോത്താഴത്ത് പറഞ്ഞാൽ മതി. അത് ഇനി ഈ രാജ്യത്ത് ഓടില്ല. എന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ അത് ചോദ്യം ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി.ഡി. സതീശൻ ഒരു ഭക്തനാണ്, ഞാൻ വിശ്വാസിയാണ് എന്ന് തുറന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പും അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു, ദർശനത്തിന് പോയിരുന്നു, അവിടെ പ്രാർത്ഥിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം മാത്രമല്ല, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളെ പോലെ തലയിൽ മുണ്ടിട്ട് പാർട്ടിയെ പേടിച്ച്, പിണറായി വിജയനെ പേടിച്ച്, അയ്യോ ഞാൻ വിശ്വാസിയല്ലേ, എൻ്റെ ഭാര്യ വിശ്വാസിയാണ് അതുകൊണ്ട് അവൾ അമ്പലത്തിൽ പോകും, ഭാര്യയ്ക്ക് വിശ്വാസമാകാം, അവിടെ ചെന്ന് മുട്ടറുക്കൽ നടത്തും, പൂമൂടൽ നടത്തും, ഏലസ് ജപിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും, ഇതൊക്കെ ചെയ്യും, വാങ്ങിച്ച് കെട്ടുകയും ചെയ്യും. ഇരിക്കട്ടെ, നമുക്കതിനകത്ത് ഇപ്പം ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് ഈ ഞാനൊരു വിശ്വാസിയാണ് എന്ന്, പ്രത്യേകിച്ചും ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താണ് കുഴപ്പം? ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഈ ഈമാനുള്ള വിശ്വാസിയായ ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ ഒരു മടിയും ഒരു നേതാവിനും ഇല്ല. അത് CPM-ലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും BJP-യിലാണെങ്കിലും ഒന്നും ഒരു മടിയുമില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിക്കും, അല്ലേ? അങ്ങനെ മടിയൊന്നും ഇല്ലാതിരിക്കുന്ന കാലത്ത്, ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രീയ നേതാവിന് ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു വിശ്വാസിയാണ് എന്ന് പറയാൻ എന്താണ് കുഴപ്പം? അതിനെ എന്തിനാണ് ചോദ്യം ചെയ്യാൻ MA ബേബിയെ പോലെയുള്ളവർ വരുന്നത്? മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞല്ലോ, ഞാൻ മൂകാംബിക ഭക്തനാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ ഇനിയും പോവും. നിങ്ങൾ ആരാ അത് ചോദിക്കുക? എന്ത് കണ്ടുകൊണ്ടാണ് കാണുന്നതെന്ന് ചോദിച്ചു. അതാ ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കി. ആ വാർത്ത ഞാൻ ചില ഇംഗ്ലീഷ് ചാനലുകളിൽ വന്നിരുന്നു, നമ്മുടെ നാഷണൽ മീഡിയയിലൊക്കെ അത് റിപ്പോർട്ട് ചർച്ചയായി. അത് അപ്പോൾ ഒരു വീഡിയോയിൽ അത് പിന്നെ വന്നപ്പോൾ ബേബി ഉടനെ രാജേഷ് ജി പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് മാറ്റി. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഫ്ലൈറ്റ് മാറ്റി, അവിടെ പോയി ഇറങ്ങി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. എന്താ കുഴപ്പം? നിങ്ങളുടെ നേതാവ് പിണറായി വിജയന് ഈ ഹെലികോപ്റ്റർ എടുത്ത് ചുറ്റാൻ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. അതിനെ നിങ്ങൾ ആരും ചോദ്യം ചെയ്തില്ലല്ലോ. അത് ധൂർത്തോ, അത് തെറ്റോ, അത് ആഡംബരമോ ആണെന്ന് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. നാഴികയ്ക്ക് 40 വട്ടം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോകുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലായിരുന്നല്ലോ. അതിൽ കുഴപ്പമൊന്നുമില്ലേ? അതിന് തെറ്റൊന്നുമില്ലേ? അത് ധൂർത്തല്ലേ? അത് ആഡംബരമല്ലേ? അപ്പോൾ അതൊന്നുമല്ല. ഇവിടെ കൃത്യമായിട്ട് വി.ഡി. സതീശൻ
ഒരു സംഘിയാണ്. വി ഡി സതീശന് സംഘി ചാപ്പ കുത്തണം. എങ്ങനെ? വി ഡി സതീശനെ ആരാണ് ഏറ്റവും കൂടുതൽ പിന്തുണച്ചത്? മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയാണ് പിന്തുണച്ചത്. അവരുടെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര പോലും കിട്ടിയത്. അങ്ങനെ മുഖ്യമന്ത്രി കസേര സമ്പാദിച്ച വി ഡി സതീശൻ നിങ്ങൾക്ക് ശിർക്കായ ഒരു കാര്യം, നിങ്ങൾക്ക് ഹറാമായ ഒരു കാര്യം ചെയ്യുന്നു എന്ന് അവരോട് പറയാതെ പറയണം. നോക്കണേ, ആ വൃത്തികെട്ട ആ ചതിയുടെ ഒരു കൗശലം നോക്കണേ. ഇതാണ് കുത്തിത്തിരിപ്പ്. അതായത് മുസ്ലിങ്ങളോട്, ജമാഅത്ത് ഇസ്ലാമിയോട്, മുസ്ലിം ലീഗിനോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ജയിപ്പിച്ച് കസേര ഇരുത്തിയതല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഷിർക്കായിരിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഹറാമായിരിക്കുന്നൊരു കാര്യം നിങ്ങൾ ജയിപ്പിച്ച ആ കസേരയിൽ ഇരുത്തിയ, നിങ്ങൾ പിടിച്ചു വാങ്ങിച്ചു കൊടുത്ത ആ കസേരയിൽ ഇരുത്തിയ ഒരാൾ ചെയ്യുകയാണ്. ഇതാണ് ബേബിയുടെ ദുഷ്ടലാക്ക്. ഇത് പഴയ ആ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചതിയൻ കുറുക്കൻ്റെ കൗശലവും സൂത്രവുമാണ്. ഇതിന് സമാനമായ ഒരാളെ ഞാൻ ഇന്ന് ആ വാർത്ത വായിക്കാനിടയായി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ, എറണാകുളത്ത് പങ്കെടുത്ത പരിപാടിയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറെ കാണാതെ പോയി, മുഖം തിരിച്ചു പോയി എന്നൊക്കെയാണ് വാർത്തകൾ. അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അതിൻ്റെ വിശദീകരണം വന്നു. അത് പ്രധാനമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് ധൃതിയിൽ പോയതാണ്, കണ്ടില്ല. കൊച്ചിയക്കനാണേ, KSU പ്രസിഡന്റാണ്. എന്നിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ വെച്ച് VM സുധീരൻ അലോഷ്യയെ കണ്ട് അടുത്ത് നിന്ന് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച്, നീയാണ്ട ധീരൻ, ചങ്കൂറ്റമുള്ളവൻ, ഇങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞ്, എങ്ങനെയുണ്ട് ഈ മുട്ടനാട് തിയറി? അവിടെയും ഉണ്ട്. അവിടെ അല്ല, കോൺഗ്രസ്സിൽ അത് വളരെ പണ്ടേ ഉള്ളതല്ലേ, നമുക്കറിയുന്നതല്ലേ. നമ്മൾ എത്രയോ, ഞാൻ ചോദിക്കട്ടെ, AK ആന്റണിയുടെ ഗവൺമെന്റ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പം സത്യത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പാര വെച്ചുകൊണ്ടിരുന്നത് ലീഡർ K കരുണാകരനാണോ VM സുധീരനാണോ? VM സുധീരനായിരുന്നു. പക്ഷെ അത് VM തട്ടി കരുണാകരന്റെ കോർട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്നു. അത് VM സുധീരന്റെ സഹജമായ ചില സ്വഭാവ വിശേഷങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നാണം കെട്ട് അതെ KPCC അധ്യക്ഷ സ്ഥാനത്ത് മത്സരിക്കില്ല എന്ന് പറഞ്ഞത്. ആലപ്പുഴയിൽ തോറ്റതും ഗംഭീര തോൽവി തോറ്റതും, ആലപ്പുഴയിൽ തോറ്റതിന് അദ്ദേഹത്തിന്റെ തന്നെ കയ്യിലിരിപ്പല്ലേ. അദ്ദേഹത്തിന്റെ ഒരു വിമതൻ, അദ്ദേഹത്തിന്റെ പേരിനോട് സാമ്യമുള്ള അപരൻ മത്സരിച്ചപ്പോ ആ അപരൻ 8000 വോട്ട് കിട്ടി. ഇല്ലെങ്കിൽ അന്ന് ഡോക്ടർ മനോജ് വിജയിക്കില്ലായിരുന്നു, VM സുധീരൻ അവിടെ വിജയിച്ചേനെ. കാരണം ഇതാണ്, ഈ കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിന് പരമാവധി പണി കൊടുക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അത് AK ആന്റണി മോശമല്ല, K കരുണാകരൻ, ഇവരെല്ലാം കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ആ സ്വഭാവമുണ്ട്. നമ്മളതിനെ കോൺഗ്രസിനുള്ളിലെ ഒരു ഗ്രൂപ്പ് തർക്കം, ഈ ഗ്രൂപ്പ് പോരായിട്ട് കണ്ടാൽ മതി. അവിടെയും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ചതിയൻ കുറുക്കൻ്റെ ഒരു പാരമ്പര്യം ഇത് ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ദോഷമാണ് ഈ ബേബി പറഞ്ഞത്. ബേബി പറഞ്ഞത് നിസ്സാരമല്ല. ബേബി പറഞ്ഞത് അത് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുമ്പോൾ 2 വ്യക്തികൾ, 2 നേതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് 2 സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന പണിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ ബേബി എന്ന് പറഞ്ഞാൽ ഈ വെള്ള ബോർഡിലെ കറുത്ത ചോക്കാണ്. എഴുതും, പെട്ടെന്ന് മായ്ച്ചു കളയും, അത് മാഞ്ഞു പോകും. പുള്ളി അത് എന്തും പറയാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, മതമില്ലാത്ത ജീവനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാൻ നോക്കിയപ്പോൾ അന്ന് ഈ ന്യൂനപക്ഷങ്ങളുടെ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. മാത്രമല്ല, ഈ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയ സംഭവത്തിൽ ജോസഫ് ഒരു കഥയിൽ ഒരു പേര്, നാളെ ആരെങ്കിലും ശ്രീകൃഷ്ണൻ എന്ന ആർക്കെങ്കിലും പേരിട്ടാൽ, ശ്രീരാമൻ എന്ന ആർക്കെങ്കിലും പേരിട്ടാൽ, ഒരു കഥാപാത്രത്തിന് പേരിട്ടാൽ, ആ കഥാപാത്രത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ഉയർന്നു വന്ന് അത് ശ്രീരാമനെ അപമാനിക്കുന്നതാണ്, അയോധ്യയിലെ ശ്രീരാമനെ അപമാനിക്കുന്നതാണ്, മധുരയിലെ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇവിടെ ആ കഥ അല്ലെങ്കിൽ ആ ചോദ്യം ഉണ്ടാക്കിയ അധ്യാപകൻ്റെ കൈവെട്ടിയാൽ എന്തായിരിക്കും ഫലം? ഇത് ഒരു മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പേര് ഉണ്ട്, ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പാഠഭാഗത്തിൽ നിന്നൊരു ചോദ്യം തയ്യാറാക്കിയതിന് ആ അധ്യാപകൻ്റെ കൈവെട്ടിയപ്പോൾ ഈ MA ബേബി എന്ന് പ്രതികരിച്ചത് അധ്യാപകനെ മണ്ടൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒരു കാലത്ത് കേരളത്തിലെ യുക്തിവാദത്തിൻ്റെ വലിയ അപ്പോസ്തലനായിരുന്ന MA ബേബി, നിരീശ്വരവാദത്തിൻ്റെ വലിയ പ്രചാരകനായ MA ബേബി ഈ അധ്യാപകനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ആ അധ്യാപകനെ ഭീകരവാദികൾക്ക് കൈവെട്ടാൻ വേണ്ടി അവരുടെ മുന്നിലേക്ക് നിഷ്കരണം എറിഞ്ഞുകൊടുത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്.
അന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി ശക്തമായ നിലപാടെടുത്ത് ഈ അധ്യാപകനെ സംരക്ഷിക്കും, ഈ അധ്യാപകൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് കൈവെട്ടാനുള്ള ധൈര്യം വരുമോ? ഈ അധ്യാപകനോടൊപ്പം സർക്കാരില്ല, സർക്കാർ സംവിധാനമില്ല, ഭരണമില്ല, കോളേജ് മാനേജ്മെന്റ് ഇല്ല, ഇങ്ങനെ ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ദുർബലനായ ഒരു അധ്യാപകന്റെ കൈവെട്ടാനേ ആണത്തമില്ലാത്തവന്മാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നേരെ മറിച്ച് അന്ന് ഈ അധ്യാപകന് പിന്തുണ എല്ലാവരും കൊടുത്തിരുന്നെങ്കിൽ ഈ കൂട്ടർ കൈവെട്ടുമോ? കൈവെട്ടാനുള്ള ധൈര്യം അവർക്കുണ്ടാകുമായിരുന്നോ ഈ ഭീകരവാദികൾക്ക്? അപ്പോൾ ബേബിയെ പോലെയുള്ളവർ വഴിമരുന്നിടുന്നത് എന്തിനാണ്? ഇപ്പോൾ VD സതീശൻ അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ നിസ്കരിക്കുകയോ നിസ്കരിക്കാതിരിക്കുകയോ എന്തു വേണേ ചെയ്തോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. മുസ്ലിം ലീഗ് മന്ത്രിമാരെല്ലാം നിസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നമാസ് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ചോദിക്കാറില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം, അവരുടെ സ്വാതന്ത്ര്യം. ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ MA ബേബി ആരാ? അതിനൊന്നും അല്ല, അതിനെ ചോദ്യം ചെയ്യില്ല. അല്ലെ, മുഖാംബിയെ പോയതിന് അത് ബാക്കി ഒരു കാറ്റഗറിയിലും ഞാൻ പറയുന്ന എല്ലാം ഇതിനെ മൊത്തത്തിൽ ഈ മതമില്ലാത്ത ജീവനിൽ തുടങ്ങി ജോസഫിന്റെ കൈവെട്ടിയതിലൂടെ സഞ്ചരിച്ചു വന്നിരിക്കുന്ന നമ്മുടെ കേരളമുണ്ടല്ലോ, ആ കേരളത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ മംഗലാപുരത്ത് ചെന്നിറങ്ങി, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെന്നിറങ്ങി അവിടുന്ന് റോഡ് മാർഗം മൂകാംബികയിൽ ദർശനത്തിന് പോയപ്പോൾ അതിലെന്തോ ഒരു വലിയ പാതകമാണ് എന്ന് കണ്ടെത്തുന്ന MA ബേബി ഉണ്ടല്ലോ, കേരളത്തെ കുരുതി കൊടുക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാർ, ഞാനിതിൽ എല്ലാ പേരും കണക്കാണ്, ഇങ്ങനെ പറയുന്നത് ഏത് പാർട്ടിയിലുള്ള ആളാണെങ്കിലും ശരി, അവർ കേരളത്തെ കുരുതി കൊടുക്കുകയാണ്, കേരളത്തെ മതതീവ്രവാദത്തിലേക്ക് വലിച്ചെറിയുകയാണ്. തീർച്ചയായും. അപ്പോൾ കാരണം ഈ നാട്ടിൽ നമുക്കറിയാം, അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്, ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് വലിയ കൊടും കുറ്റമാണ്, അത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ കേരളത്തിൽ ഇന്നുണ്ട്, അല്ലേ? അത് മാത്രമോ? ഈ അമ്പലത്തിലേക്ക് പിരിവ് കൊടുത്താൽ അത് വലിയ പാപമാണ്, മഹാപാപമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാൾ പാപം കുറവാണ് വേശ്യാലയത്തിൽ പോകുന്നത് എന്ന് പറയുന്ന ആൾക്കാർ യൂട്യൂബിൽ പ്രസംഗങ്ങൾ കിടപ്പുണ്ട് മതപണ്ഡിതന്മാരുടെ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ എരിയുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കുന്ന, നെയ്യൊഴിക്കുന്ന പരിപാടിയാണ് MA ബേബിയെ പോലെയുള്ളവർ ചെയ്യുന്നത്. ഈ MA ബേബി പുരോഗമനത്തിൻ്റെ ആണോ അതോ അധോഗമനത്തിൻ്റെ വക്താവാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട്, തൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ, ഒരു അമ്പലത്തിൽ ദർശനത്തിന് പോകുമ്പോൾ അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് മാനിക്കാനുള്ള ഹൃദയ വിശാലത ബേബിക്കില്ല. ബേബിയുടെ പേര് പോലെ തന്നെ ബേബിയുടെ മനസ്സും വളരെ ബേബിയാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലേ? അല്ലാതെ VD സതീശനെ പോലൊരു മുഖ്യമന്ത്രി എവിടെ പോകുന്നു, അദ്ദേഹം ഏത് അമ്പലത്തിൽ പോകുന്നു, ഏത് പള്ളിയിൽ പോകുന്നു, ഇവിടെ നമ്മളാരും ഇത് അന്വേഷിക്കാറില്ല. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അന്വേഷിക്കാറില്ല, എതിർ പാർട്ടിയിലുള്ള എനിക്ക് തോന്നുന്നു BJP-ക്കാരും ഇതൊന്നും അന്വേഷിക്കാറില്ല. പക്ഷേ MA ബേബിയെ പോലെ, പിണറായി വിജയനെ പോലെയുള്ളവർ ഇതൊക്കെ അന്വേഷിക്കും. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പല പ്രതികരണങ്ങളും വളരെ രസവാഹമാണ്. ഞാനത് സമയക്കുറവ് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നുവെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറയുകയും ചെയ്യുകയും ചെയ്തതിനൊക്കെ ഘടകവിരുദ്ധമായ, എത്ര പെട്ടെന്നാണ് 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന കാര്യം അദ്ദേഹം മറന്നു. അതെ, ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പോലെ, നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത്, മൊബൈലിന്റെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പോലെ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവായ സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം ഈ 10 കൊല്ലം സഖാവല്ലായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് സഖാവായി വീണ്ടും. 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ്, മെയ് മാസത്തിന് മുമ്പ് അദ്ദേഹം സഖാവായിരുന്നു. പിന്നെ അദ്ദേഹം സഖാവായത് ഇപ്പോൾ 2026 മെയ് മാസത്തിന് ശേഷമാണ്, മെയ് 4-ാം തീയതിക്ക് ശേഷമാണ് സഖാവായത്. ഇങ്ങനെ നിറം മാറാൻ ആരോ പറയുന്നത് കേട്ടു, ഈ MA ബേബിയും പിണറായി വിജയനെ കണ്ടിട്ട് അല്ല, ആത്മഹത്യ ചെയ്തു, ഒരു വേലിയിൽ തൂങ്ങി മരിച്ചു. കാരണം ഇത്ര പെട്ടെന്ന് നിറം മാറാൻ CPM-കാരെ പോലെ അത്രയും കഴിവ് വേറെ ആർക്കുമില്ല. അല്ല, ബേബിയെ പോലെയുള്ളവർ കുറെ കൂടി മനസ്സൊന്ന് വിശാലമാക്കി ചിന്തിക്കണം. ഇത്രയും ഇടുങ്ങരുത്. അമ്പലത്തിലോ പള്ളിയിലോ ആരാധനയ്ക്കോ
ഇനി നിരീശ്വരവാദിയോ എന്തോ ആകട്ടെ, അത് അവരവരുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യമാണ്. വിമർശിക്കേണ്ടത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ഭരണത്തിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, എതിർക്കാം, പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാം, അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാം. പക്ഷെ എന്തിനാണ് വി.ഡി. സതീശൻ അല്ല ഏതൊരു നേതാവിൻ്റെയും വ്യക്തി ജീവിതത്തിലേക്ക്? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ നവരാത്രി കാലത്തും വ്രതമെടുക്കും, ഉപവാസം എടുക്കും. അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ പോലും ആ ഉപവാസം അനുഷ്ഠിക്കുകയാണ്, അല്ലേ? അത് പിന്നെ ആ സ്വാതന്ത്ര്യം, നരേന്ദ്രമോദി ഉപവാസം എടുക്കണ്ട എന്ന് പറയാൻ നമ്മളാരും, നമുക്കെന്ത് കാര്യം? അദ്ദേഹം നവരാത്രി കാലത്ത് ദേവീ പൂജ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹം ഇത് ചെയ്യുന്നു. ഇവിടെ കേരളത്തിൽ വളരെ രസകരമായ കാര്യം എന്താണെന്ന് അറിയുമോ? ധാരാളം നിരീശ്വരവാദികളുണ്ട് നമുക്ക്. രവിചന്ദ്രനെ പോലെയുള്ള, ആരിഫ് ഹുസൈനെ പോലെയുള്ള, അവരെല്ലാം നിരീശ്വരവാദം പ്രചരിപ്പിക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഇതൊക്കെ ചോദ്യം ചെയ്യും. ഈശ്വരവാദത്തിന്, അതായത് ആസ്തികവാദത്തിനെ അവർ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുമ്പോഴും അവർ ഒരാളിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാറുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആളാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതിനെ സൈദ്ധാന്തികമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളിൻ്റെ വിശ്വാസത്തെ ആക്ഷേപിക്കുകയോ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും മതകലഹമുണ്ടാക്കാനും മതസ്പർദ്ധ ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ, ഇത് ഒരു പ്രത്യേകതരം സെക്കുലറിസമാണ് കേരളത്തിൽ. ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാരൊക്കെ ചില്ലറ വർഗീയതയൊക്കെ പറയും, പക്ഷേ ഇത്രയും ഭയാനകമായ രീതിയിൽ വർഗീയത പറയുന്ന ഒരു വിഭാഗം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജയിക്കാൻ, പ്രത്യേകിച്ചും എം.എ. ബേബിയെ പോലെയുള്ളവരെ ജയിക്കാൻ ലോകത്ത് വേറെ ആളില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലാൽ സലാം സഖാവേ, ഇതിങ്ങനെ തന്നെ തുടരണം. പാർട്ടി ഇപ്പോൾ 35 സീറ്റ് മുന്നണിക്ക് കിട്ടി. ഭാവിയിൽ 3 5 പാർട്ടിക്ക് 26 ഉള്ളൂ. അത് ഭാവിയിൽ 3 4 ഒക്കെ ആയിട്ട് കുറയാൻ നിങ്ങൾ തന്നെയാണ് വഴിമരുന്നിടുന്നത്. ലാൽ സലാം.